ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ? നല്ല എളുപ്പത്തിൽ നമ്മളെ കയ്യിലുള്ള പച്ചക്കറി വെച്ചിട്ട് വറുത്തരക്കൊന്നും ചെയ്യാത്തൊരു സാമ്പാറാണിത്. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് പരിപ്പ് കഴുകിയിടുക. പിന്നെ നമ്മളെ കയ്യിലുള്ള ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉള്ളി തക്കാളി കുറച്ച് ഇഞ്ചി ചതുക്കിയത് ഇതും എല്ലാം ഇട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിക്കണം. പുളി കുറച്ച് കുതിർത്ത് വെച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞിട്ട് ഒഴിക്കണം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ആവശ്യമുള്ള മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിപ്പിക്കും. ഒരു 2-3 വിസിൽ വരുന്നവരെ വേവിപ്പിക്കണം. അതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഈ വേവിപ്പിച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് തന്നെ അധികം വേവില്ലാത്ത പച്ചക്കറിയായ വെണ്ടക്ക മുരിങ്ങക്കോല് വഴുതന അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് വേവിപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. എല്ലാം കൂടെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടാകുമ്പോൾ ഇനി നമുക്ക് വറവ് കഴിക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയിട്ടാകുമ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു 2 സ്പൂണ് സാമ്പാർ പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടാകുമ്പോൾ അത് ഈ സാമ്പാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കുറച്ച് മല്ലിയിലയും ഇട്ടിട്ട് നമുക്ക് വാങ്ങി വെക്കാം. നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റായിട്ട് ഇഡ്ഡലിക്കൊപ്പം ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാണ് ഇത്.